വേഴ്സസ് 5 to 11. ഞാനത് എല്ലാം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലും കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചയിലും ഒക്കെ വായിച്ചതാണ്. അവിടെ അതിൻ്റെ 5-ാം വാക്യം, സ്വർഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ച് നിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ. 9-ാം വാക്യം, എന്നാൽ നിങ്ങൾ എന്നിലേക്ക് തിരിഞ്ഞ് എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവയെ അനുസരിച്ച് നടന്നാൽ നിങ്ങളുടെ ഭ്രഷ്ടന്മാർ ആകാശത്തിൻ്റെ അറുതി വരെയും എത്തിയിരുന്നാലും ഞാൻ അവിടെ നിന്ന് അവരെ ശേഖരിച്ച് എൻ്റെ നാമം സ്ഥാപിക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് കൊണ്ടുവരുമെന്ന് നിൻ്റെ ദാസനായ മോശയോട് നീ അരുളി ചെയ്ത വചനം ഓർക്കേണമേ. 11-ാം വാക്യം, കർത്താവേ, നിൻ്റെ ചെവി അടിയൻ്റെ പ്രാർത്ഥനയ്ക്കും നിൻ്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന നിൻ്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമേ. ഇന്ന് അടിയന് കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യൻ്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കുമാറാക്കണമേ. നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ ഇതായിരുന്നു. ഒന്ന്, അതിൻ്റെ ഇൻട്രൊഡക്ഷൻ, നെഹമ്യാവിൻ്റെ പെയിൻ, ജോലി തിരക്കിൻ്റെ നടുവിലും ദൈവസന്നിധിയിലുള്ള തൻ്റെ ഉപവാസം, പ്രാർത്ഥന, ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് ചിന്തിച്ചിരുന്നു. Last week we meditated. He was a prominent person in the land of Babylon, and he was so busy, but still he was a prayerful man. ഒന്നാമത് നമ്മൾ ചിന്തിച്ചത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള, വളരെ അർജന്റ് ആയിട്ടുള്ളൊരു പ്രാർത്ഥന റിക്വസ്റ്റ് ആണ് താൻ ദൈവസന്നിധിയിൽ വെക്കുന്നത്. Last week we meditated that he submitted a specific prayer request in an urgent need. രണ്ടാമത്തേത്, സ്വർഗത്തിലൊരു ദൈവമുണ്ട് എന്ന ബോധ്യം തനിക്കുണ്ടായിരുന്നു. നമ്മൾ വായിച്ച വാക്യം കണ്ടായിരുന്നു, സ്വർഗത്തിലെ ദൈവമായ യഹോവേ എന്ന് വിളിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. And he was very sure that there is a living God who is in heaven. അതിൻ്റെ അർത്ഥം he is above everything, സകലത്തിൻ്റെ മീതെയുമാണ്, സകലത്തെയും കൺട്രോൾ ചെയ്യുന്നവനുമാണ് എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. He was very sure that he is believing a God who is a controller of everything. മൂന്നാമത് നമ്മൾ ആ വേദഭാഗത്ത് തന്നെ കണ്ടത് ഇതാണ്, രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും എന്നൊരു പ്രയോഗമുണ്ട്. രാവും പകലും he prayed without ceasing, always പ്രാർത്ഥന മൂഡിലായിരുന്നു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. Another thing we meditated that he was a man of prayer mood. He was praying without any ceasing. ന്യൂ ടെസ്റ്റ്മെന്റിനകത്ത് നിരവധി പ്രാവശ്യം അപ്പോസ്തലൻ പലതവണ ദൈവസഭയോട് പറയുന്നുണ്ട്, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, ഞാൻ ഇടവിടാതെ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു, നിങ്ങളെ ഓർത്ത് എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ പ്രാർത്ഥന മൂഡിലായിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. In the New Testament also, Apostle is always mentioning, pray continually, pray without ceasing. He is encouraging and exhorting us. We have to live in this world with a prayer mood. ചിലപ്പോഴൊക്കെ നമുക്ക് ചിന്ത വരാൻ സാധ്യതയുണ്ട്, നമ്മുടെ ഒരു കോമൺ ലാംഗ്വേജ് ആണ്, ദൈവസാന്നിധ്യം ഫീൽ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ദൈവസാന്നിധ്യം ഫീൽ ചെയ്യുന്നില്ലെന്ന് നമുക്ക് തോന്നാറുണ്ട്. Many times we may think and we may say that I am not feeling the presence of the Lord. പക്ഷെ ഫീൽ ചെയ്താലും ഇല്ലെങ്കിലും he is there. But even though you feel or not, our God is in midst of us. അങ്ങനെയല്ലേ വായിക്കുന്നത്, ഞാൻ നിങ്ങളോട് കൂടെ ലോകാവസാനത്തോളം. അത് നമ്മുടെ പ്രോമിസ് ആണ്. ഫീൽ ചെയ്താലും ഇല്ലെങ്കിലും he is always present. Amen. അത് നമ്മളെ പ്രാർത്ഥിക്കാൻ കൂടുതൽ ഉത്സാഹിപ്പിക്കണം. മനസ്സിലാവുന്നു? പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നില്ല, അനുഭവിക്കേണ്ട, ഇറ്റ് ഈസ് there, അവിടെ ഉണ്ട് എന്നാണ് നമ്മളോട് തിരുവെഴുത്തിൽ വായിക്കുന്നത്. Though we may complain that I cannot feel the presence of the Lord, but still you have to believe that our Lord always promised, I will never leave you nor forsake you, and I will be with you forever. God is always with us. You have to believe that. നാലാമത്തെ കാര്യം പറഞ്ഞാണ് ഞാൻ നിർത്തിയത്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോവുകയാണ്. വേഴ്സ് 6 എല്ലാവരും നോക്കണം. എനിക്കൊരു 4-5 കാര്യം നിങ്ങളോട് പറയണം, അല്പം വിശദമായിട്ട് പറയണം. എനിക്ക് 12:30 ആകുമ്പോൾ നിർത്തണം, ഹോളി കമ്മ്യൂണിയൻ നടത്തണം. വളരെ ഫാസ്റ്റായിട്ട് ഞാൻ പോകാൻ പോവുകയാണ്. 6-ാം വാക്യം, വേഴ്സ് 6 ഇങ്ങനെ വായിക്കുന്നത്, ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയൻ്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ചും നിന്റെ കണ്ണ് തുറന്നുമിരിക്കണമേ. ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു.
we can see very clearly in verse 6, he was praying like this: let your ear now be attentive and your eyes open to hear the prayer of your servant, which I am praying before you now, day and night, on behalf of the sons of Israel, your servants, confessing the sins of the sons of Israel, which we have sinned against you. I and my father's house have sinned. നാലാമത്തെ കാര്യം, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു. Fourth point is he was confessing all of their sins. തൻ്റെ ജീവിതത്തിൽ വാസ്തവത്തിൽ നെഹമ്യാ ഈ ജനം എക്സൈലിലേക്ക് പോയതിന് നമ്മൾ ചിന്തിച്ച നെഹമ്യാവിന് ഒരു പങ്കുമില്ല. അദ്ദേഹം അന്ന് ജനിച്ചിട്ട് പോലുമില്ല. അതാണ് അതിൻ്റെ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജനിച്ചിട്ടില്ല, അദ്ദേഹം യെരുശലേമിൽ പോയിട്ടില്ല, അദ്ദേഹം ഒരു ഫോറിൻ ലാൻഡിൽ ജനിച്ചു വളർന്നതാണ്. പക്ഷെ തൻ്റെ ആ ഒരു ആശയം കണ്ടോ, താൻ പ്രാർത്ഥിക്കുന്ന ആ വാചകം കണ്ടോ, ഞാനും എൻ്റെ പിതൃഭവനവും നിന്നോട് പാപം ചെയ്തു, ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങൾ ഏറ്റുപറയുന്നു. കൺഫസിങ് ഹിസ് സിൻസ് ആൻഡ് ഹിസ് ഫാദേഴ്സ് സിൻസ് ബിഫോർ ഗോഡ്. Amen. We can see here, though Nehemiah was never born and brought up at this time when the Israelites went to the exile, he was not even born. But still, he was taking a responsibility of their forefathers' sins. And he was praying and mentioning this specific word: I and my father's house have sinned. 66 സങ്കീർത്തനം 18 വാക്യത്തിലെ വാക്യം എന്നാണെന്നറിയാമോ? ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ നീ എൻ്റെ പ്രാർത്ഥന കേൾക്കില്ലായിരുന്നു. If I regard wickedness in my heart, the Lord will not hear. എന്നാൽ അങ്ങനെ എൻ്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ യാതൊരു തടസ്സവും ഉണ്ടാകാതിരിക്കേണ്ടതിന് ദൈവസന്നിധിയിൽ തൻ്റെ പാപങ്ങളുടെയും ഏറ്റുപറഞ്ഞ് കൺഫസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. Here we can see a man of God was praying by confessing all the sins. There should not have any kind of hindrance for his prayers to be answered. ഇവിടെ 3 കാര്യം നെഹമ്യാവ് കൺഫസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ 6-ാം വാക്യത്തിൽ കണ്ടോ, ഞങ്ങൾ പാപം ചെയ്തു, ഞങ്ങൾ പാപം ചെയ്തു. 7-ാം വാക്യം, ഞങ്ങൾ വഷളത്വം പ്രവർത്തിച്ചിരിക്കുന്നു. 7-ാം വാക്യം, ഞങ്ങൾ വചനം പ്രമാണിച്ചില്ല. 3 കാര്യം കണ്ടോ, ഞങ്ങൾ നിന്നോട് പാപം ചെയ്തു, ഞങ്ങൾ നിന്നോട് വഷളത്വം പ്രവർത്തിച്ചു, ഞങ്ങൾ നിന്റെ വചനം പ്രമാണിച്ചില്ല. ഇതാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച പാപങ്ങൾ. He was confessing each of their sins in their life. First he was mentioning, we have sinned against you. Next he was saying, we have acted very corruptly. Then he was saying, we haven't kept the commandments and the statutes. നിന്റെ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ. അവിടെ ഒരു ലെസൺ ഉണ്ട്. ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു സർമൺ പ്രസംഗിച്ചോ പറഞ്ഞിട്ടുള്ളൊരു വാചകമാണ്. അന്ന് ഇല്ലാത്ത ചില സഹോദരങ്ങളിവിടെ ഉണ്ടല്ലോ. അവിടുത്തെ ഒരു പ്രയോഗം കണ്ടോ, ഞങ്ങൾ നിന്നോട്. ആ വാക്ക് കണ്ടോ, ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ. എവറി സിൻ that we commit on the face of this earth is committing against holy God. Amen. അത് വളരെ സീരിയസ് ആയിട്ട് സെന്റൻസ് ആണ്. നമ്മൾ പറയുന്നത് നോ ഇറ്റ് ഈസ് എ പ്രോബ്ലം ബിറ്റ്വീൻ മീ ആൻഡ് മൈ ബ്രദർ. നോ, അങ്ങനൊരു പരിപാടിയില്ല. എൻ്റെ ബ്രദറിനോടാണ് പ്രോബ്ലം എങ്കിലും അൾട്ടിമേറ്റ്ലി വി ആർ സിന്നിങ് അഗെയിൻസ്റ്റ് ഗോഡ്. Amen. ആ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യാതിരിക്കല്ലേ. സ്തോത്രം, സ്തോത്രം. ഐ ക്യാൻ സീ നമ്പർ ഓഫ് എക്സാമ്പിൾ. ജോസഫ് എന്നാണ് ആ ഒരു വലിയ പാപം ചെയ്യാൻ നേരത്തെ പറഞ്ഞത്, ചെയ്യാനായിട്ട് നിർബന്ധിക്കപ്പെട്ടപ്പോൾ ഈ മഹാദോഷം പ്രവർത്തിച്ച് ഞാൻ ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ? Whatever sin we are committing on this earth, whether it is between you and your brother, but still you are committing a sin against God. ജോസഫ് പറഞ്ഞു, how then could I do this? Grant all and sin against God. ആ മനുഷ്യൻ ഈജിപ്തിലാണപ്പോൾ. താൻ എന്ത് തെറ്റ് ചെയ്താലും ആരും കാണുകയില്ല, പക്ഷെ ദൈവം തന്നെ അവിടെ കാണുന്നു എന്ന ബോധ്യം തനിക്കുണ്ടായിരുന്നു. അത് എത്ര സീരിയസ് ആണെന്ന് മനസ്സിലായോ? ആ ഹോളിനെസ്സിന്റെ പരിജ്ഞാനം നമുക്കുണ്ടെങ്കിൽ സിയാറ്റിലാണേലും ഡാളസിലാണേലും യൂറോപ്പിലാണേലും നമുക്കറിയാം എന്നെ കാണുന്ന ഒരു ദൈവം അവിടെ ഉണ്ട്. അതാണ് എൻ്റെ ഈ ഹോളിനെസ്സിലേക്ക് എന്നെ കൊണ്ടുവരേണ്ടത്. അതാണ് മനസ്സിലാവുന്നോ?
We can see from the example of Joseph, though he was in Egypt, he was all alone. He could have done anything, but he was always under that assumption. A holy God is watching me 24/7. That is the reason all the children of God should always remember, a holy God is watching over you always. ജോസഫ് പറഞ്ഞു, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന്. Amen. Hallelujah. ദാവീദ് പറഞ്ഞത്, ഞാൻ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. Psalm 51. പ്രോഡിഗൽ സൺ ഭവനത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ പറഞ്ഞത്, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും. എന്നാ പ്രോഡിഗൽ സൺ സ്വർഗത്തിൽ പോയായിരുന്നു പാപം ചെയ്യാൻ? ഇല്ല. എവരി സിൻ ഈസ് അഗെയിൻസ്റ്റ് ഗോഡ്. Amen. We can see several examples of the men of God prayed. Example, David, Joseph, and even the prodigal son. They all prayed, we have committed sin against you and the heaven. ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം നെഹമ്യാ പറയുകയാണ്, ഞങ്ങൾ നിന്നോട് പാപം ചെയ്തു, ഞങ്ങൾ വഷളത്വമായത് ചെയ്തു, ഞങ്ങൾ വചനം പ്രമാണിച്ചില്ല. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അല്ലെങ്കിൽ അന്ന് രാവിലെ ദൈവസന്നിധിയിൽ ആ ഭക്തൻ പ്രാർത്ഥിച്ചപ്പോൾ പറയുകയാണ്, ഞങ്ങളതിനെ കൺഫസ് ചെയ്യുന്നു, ഞങ്ങളോട് ക്ഷമിക്കണമേ. ഒരു റീസ്റ്റോറേഷൻ ദൈവസഭയിൽ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകണമെങ്കിൽ ഇതായിരിക്കണം ആ പ്രാർത്ഥനാ മെത്തേഡ്. We can see here the man of God Nehemiah was confessing not only his own sins, but he was confessing his forefathers' sins. And every time you have to remember, if there needs to be a restoration, then confession must precede. എന്താ ഈ കൺഫെഷൻ എന്ന് പറഞ്ഞാൽ? What is the meaning of confession? കൺഫെഷൻ എന്ന് പറഞ്ഞാൽ ബൈബിൾ പറഞ്ഞിട്ടുണ്ട് അത് തെറ്റാണ്. Bible always says certain things are really wrong. ഞാനും മനസ്സിലായപ്പോൾ പറയാണ്, അത് ഞാൻ അല്പം കൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, കൺഫെഷൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ പറഞ്ഞ കാര്യം റിപ്പീറ്റ് ചെയ്യുക, അല്ലേ? കൺഫസ് ചെയ്യുക, ഒന്നുകൂടെ എടുത്ത് എന്ത് ചെയ്യുക, പറയുക. Confession means when we say something, we are repeating the word. കൺഫസ് ചെയ്യുക. ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞു, അതിനെ എടുത്തൊന്നുകൂടെ പറയുന്നതാണ് വാസ്തവത്തിൽ കൺഫസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. Confessing means repeating. When we say something, we are repeating the word. അങ്ങനെങ്കിൽ പാപം കൺഫസ് ചെയ്ത് പറയുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാ? ബൈബിൾ പറഞ്ഞിട്ടുണ്ട് അത് തെറ്റാണ്. എനിക്കത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാനും പറയുകയാണ്, ലോർഡ് അത് തെറ്റാണ് ഞാൻ ചെയ്തത്. മനസ്സിലാവുന്നു? That is confessing. Bible already stated certain things are sinful. Then we came to know that that is sinful. We are also repeating the same thing. We have sinned against you. That is confession. ഒരാൾ പറഞ്ഞൊരു വാചകം ഇതാണ്, കൺഫെഷൻ അദ്ദേഹം കൊടുത്ത ഡെഫിനിഷൻ എന്താണെന്നറിയാമോ? ഐ ടേക്ക് സൈഡ്സ് വിത്ത് ഗോഡ് എഗെയിൻസ്റ്റ് മൈസെൽഫ് എന്ന് പറഞ്ഞാൽ, ഞാൻ ദൈവപക്ഷത്തോട് ചേർന്ന് അങ്ങ് നിൽക്കുക. എന്നിട്ട് ഞാൻ എന്നോട് പറയാം, ഞാൻ ദൈവത്തിൻ്റെ വശത്തോട് ചേർന്ന് നിന്നിട്ട് ഞാൻ എന്നോട് പറയുകയാണ്, യു സിൻഡ്. Got the meaning? ദൈവത്തോട് ചേർന്ന് നിന്നിട്ട് ഐ ആം ടേക്കിംഗ് സൈഡ്സ് വിത്ത് ഗോഡ് എഗെയിൻസ്റ്റ് മൈസെൽഫ്. പ്രാർത്ഥിക്കാൻ നേരത്ത് കൺഫസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ, ഹോളിയായ ദൈവത്തോട് ചേർന്ന് നിന്നിട്ട് ഞാൻ എന്നോട് തന്നെ പറയുകയാണ്, ഐ സിൻഡ് അഗൈൻസ്റ്റ് യു ലോർഡ്, ഫോർഗീവ് മീ. When we pray, a man of God was saying that we have to stand with God and to say against us, I have sinned. ഒരുവിധം മനസ്സിലായോ? Taking sides with God. Amen. Against myself. Amen. അത്ര സീരിയസ് ആണ് കാര്യം. ഞാൻ എനിക്കെതിരെ, അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ, ഞാൻ എനിക്കെതിരെ ദൈവപക്ഷം ചേർന്നിട്ട് പറയുകയാണ്, നീ പാപം ചെയ്തു. Amen. The confession, true meaning is taking side with God and confessing and talking against us and confessing that we have sinned against you. അങ്ങനെയൊക്കെയുള്ള ഒരു ക്രിസ്ത്യൻ ലൈഫ് നമുക്കുണ്ടായിട്ടുണ്ടോ? നെഹമ്യാവ് പറയുകയാണ്, ഞങ്ങൾ പാപം ചെയ്തു. നെഹമ്യാവ് ദൈവപക്ഷത്തോട് ചേർന്ന് നിന്നിട്ട് പറയുകയാണ്, യു സിൻഡ്. ഞങ്ങൾ വഷളത്വം ചെയ്തു. യു ഡിഡ് റോങ്. ഞങ്ങൾ വചനം പ്രമാണിച്ചില്ല. നോക്കൂ എത്ര സീരിയസ് ആണ് റിസ്റ്റോറേഷനിലേക്കുള്ള മടങ്ങി വരവെന്നുള്ളത്. We can see here a serious return to a restoration by a man of God by confessing his own sins and he was standing with God. തിരുവഴുത്തിനകത്ത് മറ്റു മനോഹരമായൊരു വാക്യമുണ്ട്, ഞാൻ നിന്നോട് അവിടെ വാക്കുണ്ട്, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു.
There is a beautiful verse in the book of the Psalms chapter 119. In order not to sin against you, I preserved the word of God in my heart. എന്താ ഈ ഹൃദയത്തെ സംഗ്രഹിച്ചെന്ന് പറഞ്ഞാൽ? What is the meaning? What is the meaning of preserving the word of God inside our heart? അതായത് തിരുവെഴുത്ത് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നെങ്കിൽ, തിരുവെഴുത്തിനെതിരായിട്ട് ഞാൻ തിരിയുമ്പം ആ അകത്ത് വസിക്കുന്ന വചനം എന്നെ ഹോൾഡ് ചെയ്യുകയാണ്. Amen. If word of God resides in your heart, whenever we sin, the word of God will direct and point each one of us to that sin. That is sin. തിരുവെഴുത്തിനകത്ത് വാക്യമുണ്ട്, ഡു നോട്ട് ലൈ, വ്യാജം പറയരുത്. There is a verse in the book of Bible, do not lie. അതെന്റെ ഹൃദയത്തിൽ ഞാൻ സംഗ്രഹിച്ചിട്ടുണ്ട്. If we keep that verse, we all know that verse. പക്ഷെ ഞാൻ വ്യാജം പറയുമ്പോൾ ആ വചനം സംഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അകത്തെന്നെ കയറിയത് പിടിക്കുകയാണ്. നോ. We know that we do not lie by the scripture, but if we are lying at that time, that scripture will catch us and tell us you are lying. എന്നിട്ടും ഞാൻ നുണ പറഞ്ഞെങ്കിൽ കൺഫസ് ചെയ്യുന്ന എങ്ങനെയാ? ഞാൻ ദൈവത്തോട് ചേർന്ന് നിന്നിട്ട് എന്നോട് പറയുകയാണ്, യു സിൻഡ്. Still, if we are trying to lie, then we have to stand with God and point to us, each one of us, and say, you have sinned. നെഹമ്യാ പ്രാർത്ഥിക്കുകയാണ്, ഞാനും എൻ്റെ പിതൃഭവനവും നിന്നോട് പാപം ചെയ്തു, നിന്നോട് വഷളത്വമായി പ്രവർത്തിച്ചിരിക്കുന്നു, നിന്റെ വചനം പ്രമാണിച്ചില്ല. Here we can see Nehemiah was confessing, both I and my fathers have sinned, and we haven't kept your commandments or statutes. ഇതെങ്ങനെയാ കൺഫസ് ചെയ്തെന്നറിയാമോ? ഇരുന്ന് കരഞ്ഞ് ദുഃഖിച്ചു. ഒരാൾ ഈ വേദഭാഗം വായിച്ചത് പ്രാർത്ഥിക്കാൻ നേരത്തെ നെഹമ്യാവിന് നേരെ നിൽക്കാൻ ആരോഗ്യമില്ലായിരുന്നു എന്നാണ്. We can see here how did Nehemiah pray. He prayed by sitting down and he was confessing. And one man was saying that even with the burden of sin, the man of God Nehemiah was unable to stand straight. Praise Lord. Hallelujah. ഏറ്റുപറഞ്ഞുള്ള പ്രാർത്ഥന. A prayer with the confession. കൃത്യമായ ആ അർജന്റ് നീഡ് മനസ്സിലുണ്ടായിരിക്കണം പ്രാർത്ഥിക്കുമ്പോൾ. With a very specific and urgent need. സ്വർഗ്ഗത്തിൽ ഇത് കേൾക്കുന്ന ഒരുവൻ ഉണ്ട് എന്ന ബോധ്യം ഉണ്ടായിരിക്കണം. There is a belief, a strong belief that there is a God who is in heaven. എപ്പോഴും പ്രാർത്ഥന മൂഡിലായിരിക്കണം. ആമേൻ ഇല്ല പ്രാർത്ഥനയ്ക്ക്, ആ പ്രാർത്ഥന മൂഡിലായിരിക്കണം. Always we have to pray without ceasing, and we have to 24/7 we need to have a prayer mood. ജീവിതത്തിലെ കുഴപ്പങ്ങളെ ദൈവവശത്ത് ചേർന്ന് നിന്നിട്ട് പറയണം, യു സിൻഡ്. അതാണ് കൺഫെഷൻ എന്നുള്ളത്. We have to confess, and we have to always stand with God and to point to each one of us and declare, you have sinned. അടുത്തത് 6-ാം വാക്യത്തിൽ തന്നെയുണ്ട് അഞ്ചാമത്തെ പ്രത്യേകത ആ പ്രാർത്ഥനയുടെ. നെഹമ്യാവ് he prayed without self justification. നെഹമ്യാവിന് വേണമെങ്കിൽ പറയായിരുന്നു, ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, ഞാൻ അവിടെ അല്ലല്ലോ ജനിച്ചത്, എന്നെ ബാധിക്കുന്ന കാര്യമല്ല, അവനാണ് കുഴപ്പക്കാരൻ എന്ന് വേണമെങ്കിൽ പറയായിരുന്നു. പക്ഷെ തന്നെ താൻ നീതീകരിക്കാത്ത പ്രാർത്ഥന. We can see here this man Nehemiah was praying without any justification. നമ്മളൊക്കെ ഈ പ്രാക്ടിക്കലി പറഞ്ഞാൽ ദൈവസഭയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ക്ഷീണം വന്നാൽ പറയും, ഞാനല്ല അവനാണ്. പറയേ, ഒന്ന് കേട്ടേ, 15 മിനിറ്റ് കൂടെ ഉള്ളു, ഞാനല്ല. ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ ഇരിക്കുന്നത് അല്ലേ? ഞാൻ അങ്ങനെ ആരെങ്കിലും പറയും, എൻ്റെ പൊന്നെ ഞാനാണ് അതിന് കാരണക്കാരൻ. അയ്യോ, അങ്ങനെ ആരും നമ്മുടെ സഭ എന്നേ രക്ഷപ്പെട്ടവര് അല്ലേ? ഞാനല്ല, അവനാണ്. We always tend to have a tendency to blame others for all the problems. പക്ഷേ സ്വന്തം നീതീകരിക്കാത്ത നെഹമ്യാവ് ജെറുസലേമിൽ കണ്ടിട്ടില്ല, പിതാക്കന്മാരെ പോലും നല്ലപോലെ കണ്ടിട്ടില്ല. വിദേശത്ത് ജനിച്ചു വന്നും പറയാ, ഞാനും എൻ്റെ ദൈവസഭയുടെ തളർച്ചയിലും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഞാനും എൻ്റെ കുടുംബവും. എൻ്റെ കുഴപ്പമാണ്, എനിക്ക് അല്പം കൂടെയും പ്രാർത്ഥിക്കാമായിരുന്നു, എനിക്ക് അല്പം കൂടെ ഇടിവിൽ നിൽക്കാമായിരുന്നു, അല്പം കൂടെയും പ്രവർത്തിക്കാമായിരുന്നു. അത് ചെയ്യാത്തിടത്തോളം കാലം ഞാനും അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. Here a man who was born and brought up in a foreign land, he didn't even see his forefathers, but still he is confessing, and without even a justification or condemning others, he was taking a responsibility of sins for himself. നമുക്കെല്ലാവർക്കും അറിയാം, ഈ സഭയുടെ വളർച്ചയെ പറ്റി ആഗ്രഹമില്ലാത്ത ബിലീവർ അതെല്ലാം ഫേക്ക് ആണെന്നാണ് വേദപുസ്തകപ്രകാരം എൻ്റെ ബോധ്യം.
If you are not longing for the growth of the church, you are not a faithful believer. Amen. Hallelujah. ഒന്നുകൂടെ പറയണോ? If you are not longing for the growth of the church, you are a false, unfaithful believer. Amen. Hallelujah. Praise the Lord. നെഹമ്യാവിന്റെ വേദന ഉണ്ടോ? ഇവിടെ പ്രവാസത്തിൽ വരാൻ കാരണം Hallelujah. ഞാനും എൻ്റെ കൂടെ ഒരു ഗുഡ് ലീഡർ, ആരാ ഗുഡ് ലീഡർ? എൻ്റെ എങ്കിലും കുഴപ്പമാണ്, അത് അങ്ങനെ ആകാൻ കാര്യം എന്ന് പറയുന്നവനാണ് ഗുഡ് ലീഡർ. Who is a good leader? A good leader without self-justify. He won't condemn others. He will take the responsibility for the society. He himself took the responsibility. ഈ മോശ ഒരിക്കൽ ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു. ഒരിക്കൽ എക്സോഡസ് 32. One time we can see the man of God Moses prayed in the book of Exodus chapter 32. മോശ ദൈവം പറഞ്ഞു, ഇനിയും ഞാൻ ഈ ജനത്തിനോട് എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. At that time God was declaring that I am no longer able to accommodate these Israelites. I am not going to come with them. Go with them. മോശ ദൈവത്തോട് പറഞ്ഞ എന്നാന്നറിയാമോ? അന്നേരം പോകല്ല, നിന്റെ നീ വരുന്നില്ലെങ്കിൽ എന്നെ അയക്ക്. എൻ്റെ പേരൂടെ എന്ത് ചെയ്തേക്ക്, കാര്യം ഞാനും പോകുന്നില്ല. At that, That is the burden. Amen. ആരെയും നീതീകരിക്കുന്നില്ല, എൻ്റെ കൂടെയും കുഴപ്പമാണ്. Amen. പോൾ എന്താ പറഞ്ഞെന്നറിയാമോ? പോൾ പറയുക, അവരെല്ലാം റോമൻസ് 9, 10, 11 വായിക്കണം. എൻ്റെ സ്വജാതിക്കാരായ യഹൂദന്മാർ രക്ഷിക്കപ്പെടുകയാണെങ്കിൽ ഞാൻ നരകത്തിൽ പോകാനും തയ്യാറാണെന്നാണ് പറഞ്ഞത്. ഞാൻ ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാകാൻ തീരുമാനിക്കാമായിരുന്നു. Hallelujah. അങ്ങനെ ആരെങ്കിലും പറയുമോ? ഞാൻ പറയാ, സിയാറ്റിൽ മുഴുവൻ രക്ഷിക്കപ്പെടുവാണെങ്കിൽ ഞാൻ നരകത്തിൽ പോകാനും തയ്യാറാണെന്ന് ഞാൻ പറയില്ല. പക്ഷെ പോള് പറഞ്ഞു, എൻ്റെ കൂട്ടു സഹോദരങ്ങൾ രക്ഷിക്കപ്പെടുവാണെങ്കിൽ ഞാൻ ശാപഗ്രസ്തനായി ക്രിസ്തുവിനോട് വേർപെട്ട് പോകാനും മനസ്സായിരുന്നെന്ന്. ദാറ്റ് ഈസ് അതിൻ്റെ പേരാണ് താതാത്മ്യപ്പെടുക, അതിനോട് ചേരുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. We can see several examples. In the Old Testament, we can see man of God Moses prayed on behalf of the sins of Israel. And also in the New Testament, Paul was praying on behalf of the Jews who were sinning against God. പക്ഷെ അപകടം എന്നാണെന്നറിയാമോ? നമ്മൾ അങ്ങനല്ല പറയുന്നത്, ഞാനല്ല നീയാണ്, ഞാനല്ല. But the problem here is we always tend to accuse our brethren, and we always tend to have a self-justification for all these problems. അത് അൾട്ടിമേറ്റ്ലി നമ്മുടെ കുഴപ്പമല്ല. ജനസിസ് മുതൽ അതാണ്, ഉൽപ്പത്തി മുതൽ നമുക്കത് കാണാം. Ultimately, it is not the problem of each one of us. That is the problem began in the Garden of Eden from the book of Genesis. ആദമിനോട് ദൈവം ചോദിച്ചു, നീ ആ ഫ്രൂട്ട് കഴിച്ചോന്ന് ചോദിച്ചല്ലേ? Adam was asked by God, did you eat that fruit? ആദം കഴിച്ചെന്നല്ല പറഞ്ഞു, നീ തന്ന സ്ത്രീ, എനിക്ക് തന്നു. ഒന്ന് പൂരിപ്പിച്ചേ, നീ തന്ന സ്ത്രീ എനിക്ക് തന്നു. ഞാന് ആരാ പ്രശ്നക്കാരി? അവളാണ്, ഞാനല്ല, അവളാണ്. Adam was asked by God a question, did you eat the fruit? At that time Adam's answer was not yes or no, but he started to accuse the wife. He was saying that the lady or the woman you gave to me, she gave a fruit to me. ആരാ പറഞ്ഞ പോലെ ആദാം സ്ത്രീയെ ചോദിച്ചിരുന്നില്ല, ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ എൻ്റെ വാരിലെടുത്ത് സൃഷ്ടിച്ച് ഞാൻ അറിയാതെ എൻ്റെ മുന്നിൽ കൊണ്ടു നിർത്തി അവള് തന്നു, ഞാൻ തിന്നു, എന്നാ കുഴപ്പം? Adam was saying that even though I didn't ask for a woman, you gave me while during my sleep, and she gave me and I ate. That was his reply. സ്ത്രീയോട് ചോദിച്ചു, നീ കഴിച്ചോന്ന് ചോദിച്ചു. Then God asked the woman, did you eat the fruit? സർപ്പം എനിക്ക് തന്നു, ഞാൻ എന്ത് ചെയ്തു? Then the woman replied, serpent gave and I ate. എന്നിട്ട് അവളും പറഞ്ഞു, ഞാനല്ല. Again the woman was accusing the serpent. പണ്ടൊരാൾ പറഞ്ഞു, സൃഷ്ടിക്കുമ്പോൾ ഈ പാമ്പിനെയും ചേമ്പിനെയും ഒക്കെ സൃഷ്ടിച്ച ഇങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാം കൊള്ളാവുന്നതിനെ സൃഷ്ടിക്കണമെന്ന്. ട്രാൻസ്ലേഷൻ ചെയ്യാൻ പറ്റില്ല. എന്താ ഈ നീതീകരണം എന്ന് തുടങ്ങിയതാ? The self-justification started even in the Garden of Eden. അഹരോൻ ഒരു ദിവസം ഈ സ്വർണവും എല്ലാ ഓർണമെന്റ്സൂടെ കൊണ്ടുവന്ന് തീക്കകത്തോട്ടിട്ടു അല്ലേ? അതിനെ പുള്ളി നല്ല ഷേപ്പ് ചെയ്തൊരു കാളയെ എന്ത് ചെയ്തെന്നാ? എനിക്ക് സമയമില്ല വായിക്കാൻ. കാളയെ ഉണ്ടാക്കി. മോശ ചോദിച്ചു, ഇതെങ്ങനായി, ഇതാരാ ഇതിന്റെ പിന്നിൽ? അഹരോന്റെ മറുപടി നിങ്ങൾ വായിച്ചു നോക്കണം. ഇവരെല്ലാവരുടെയും അവരുടെ ആഭരണം കൊണ്ട് എൻ്റെ തന്നു.
പരിചയമുള്ള വാക്യല്ലേ, ഞാനെടുത്ത് തീയിലിട്ടു, കാളക്കുട്ടി. പൊങ്ങി വന്നു. ഈ തീ എന്തോ ചെയ്തതാ, ഞാനല്ല, അല്ലേ? ആ ടോൺ അങ്ങനെ തന്നെയാണ് അവിടെ വായിക്കുന്നത്. And we can see another story. Aaron, when he was there on that mountain side, when he was asked, Moses asked Aaron, who created this golden calf? At that time, Aaron's reply was, this people gave me some golden ornaments, and I put those golden ornaments into the fire, and the fire produced this golden calf. അതായത് അവര് തന്നു, ഞാനിട്ടു, കാള പുറത്ത്. Again, here we can see an accusation, because they gave me, I put it here, and it came out. ഞാനല്ല, തീയാ. I am not the person. The fire produced that golden calf. ഹൈ ലെവലിൽ ജീവിച്ച നെഹമ്യാ പറയാണ്, അല്ല, ഞാനും എൻ്റെ പിതൃഭവനവും. Here we can see a man of honor. He was a royal cup bearer. He was accepting. The problem is with myself and my family. ഒരിക്കൽ യഹോവ സോളിനോട് പറഞ്ഞു, ശമൂവേലിലൂടെ പറഞ്ഞു, അമാലേക്യരെ മുഴുവൻ കൊല്ലണം, മനുഷ്യനെയും മൃഗങ്ങളെയും എല്ലാത്തിനെയും കൊല്ലണം. One time God asked Saul to eliminate all the Amalekites, including human beings and animals. യുദ്ധമൊക്കെ കഴിഞ്ഞപ്പം സാമുവേല് സോളിന്റെ അടുക്കലോട്ട് വരുമ്പം ചെറിയൊരു സൗണ്ട് കേൾക്കുന്നു. എന്തോ ആടിൻ്റെയും പശുവിൻ്റെയും ഒക്കെ ചെറിയ സൗണ്ട് കേട്ടപ്പോൾ വാട്ട് ഈസ് ദിസ്? അന്നേരം ആൻസർ എന്നാ? ശൗല് പറഞ്ഞ ആൻസർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശൗല് പറയാ, നിന്റെ ദൈവത്തിന് യാഗം കഴിപ്പിക്കാൻ ഞാൻ കുറച്ചിടത്തിനെ മാറ്റി ചെയ്തേക്കുക, ഞാനുമായിട്ടൊരു ബന്ധം. ഇങ്ങനെ നമ്മൾ നോക്കിയാലുണ്ടല്ലോ, ഇത് ഇവിടെ കിടക്കണം, അവിടെ കൊണ്ട് ഞാനങ്ങ് നിർത്തുക. പക്ഷെ ഇവിടെയാണ് ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥന. ഞാൻ എന്നെ നീതീകരിക്കുന്നില്ല, ഞാനും എൻ്റെ പിതൃഭവനവും നിന്നോട് പാപം ചെയ്തു. We can see here confessing not only himself but also his forefathers' sins, and without even any self-justification or any accusation, he was confronting, he was submitting. That is the beginning of restoration. യേശു പഠിപ്പിച്ച ഉപമയ്ക്കകത്ത് ലൂക്ക് 18 നമ്മൾ വായിക്കുന്നില്ലേ, ആ പാരസിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, ഞാൻ ഇവനെ പോലെ അല്ല. എന്നാൽ ചുങ്കക്കാരന്റെ പ്രാർത്ഥന എന്നാണെന്നറിയാമോ? അങ്ങോട്ട് നോക്കാൻ പോലും കഴിയാതെ. That is prayer. Hallelujah. In Luke 18 we can see our Lord Jesus taught us a parable about the prayer of a tax collector and a Pharisee. Pharisee was self-justifying and accusing this tax collector. At that time tax collector was confessing, and he was not even looking up to heaven, and he was confessing sincerely his sins and was submitting his prayer. ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം, ഇപ്പോഴത്തെ കഷ്ടതയ്ക്ക് കാരണം, ഇപ്പോഴത്തെ അപമാനത്തിന് കാരണം, ഇപ്പോഴത്തെ സഭയുടെ അവസ്ഥയ്ക്ക് കാരണം, ഞാനും എൻ്റെ പിതൃഭവനവും നിന്നോട് പാപം ചെയ്തു, ഞങ്ങളോട് ക്ഷമിക്കണമേ. The current situation or the current pathetic situation of each of our families or the situation of the church, we have to admit that both I have sinned or my family have sinned. എത്ര പേര് ഇന്ന് പകൽ ദൈവപക്ഷത്ത് ചേർന്ന് നിന്നിട്ട് എനിക്കെതിരെ പറയും, you sinned? How many of us will stand with God and point at each one of us and say, I have sinned against this God? ഇനി ആരെയും ബ്ലെയിം ചെയ്യാനായിട്ടില്ല. ഇതെന്റെ കുഴപ്പമാണ്, എൻ്റെ പിതൃഭവനത്തിന്റെ കുഴപ്പമാണ്. ഞങ്ങൾ നിന്നോട് പാപം ചെയ്തു, ഞങ്ങൾ വഷളമായി പ്രവർത്തിച്ചു, ഞങ്ങൾ വചനം പ്രമാണിച്ചില്ല. Forgive, Lord. How many of us are ready to say, I have sinned, and how many of us will submit and ask forgiveness from God and started praying? തന്നെത്താൻ നീതീകരിക്കുന്നവൻ നീതീകരിക്കപ്പെടുകയില്ല. Those who are justifying themselves, they won't be justified. ആമേൻ. Amen. Hallelujah. അല്പം കൂടെ ഒന്ന് പറഞ്ഞിട്ട് എനിക്ക് നിർത്താൻ പറ്റത്തുള്ളൂ. ഒരു 3-4 മിനിറ്റ് കൊണ്ട് നിർത്താം. 8-9 വാക്യത്തിനകത്ത് നെഹമ്യാ ഒരു വാക്തത്വത്തെ കയറി പിടിക്കുകയാണ്. എന്താ വാക്തത്വം എന്നറിയാമോ? ദൈവം പറഞ്ഞായിരുന്നു 8-9, നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞ് എൻ്റെ കൽപ്പനകളെ അനുസരിച്ചാൽ നിങ്ങളുടെ ആളുകൾ എവിടെല്ലാം ചെതറിപ്പോയാലും
അവിടെ നിന്ന് അവരെ ശേഖരിച്ച് എൻ്റെ നാമം സ്ഥാപിപ്പാൻ നീ പണ്ട് മോശയോടൊരു ദൂത് പറഞ്ഞിരുന്നു, ഞാൻ അതേ കയറി പിടിക്കുന്നെന്ന് പറഞ്ഞാൽ അയ്യോ, ഇവിടെ നെഹമ്യാ ചെയ്തതെന്ന് അറിയാമോ? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തിരുവെഴുത്തിനകത്ത് വിശുദ്ധിയോടെ നടന്നാൽ അവർക്ക് വേണ്ടി കരുണ കാണിക്കുന്ന ഒരു പ്രോമിസ് കണ്ടു. ആ പ്രോമിസ് കയറി പിടിച്ചിട്ട് പറയുക, ഇങ്ങനാണല്ലോ നിന്റെ വചനം, നിന്റെ ദയയും നിയമവും ഞങ്ങളോട് ചെയ്യണമേ. Here the man of God was holding a commandment or a prophecy, and he was saying that if we return to you, you said that you will return to us and you will gather us without scattering us. He was holding that commandment. He prayed, clinging to the promise of the Lord. Amen. Hallelujah. അതെവിടാ വാക്യം കിടക്കുന്നതെന്ന് അറിയാമോ? Deuteronomy 30:1-5 ആണ് വാക്യം. Amen. എനിക്കത് വായിച്ചൊന്ന് ഞാൻ ഇന്ന് രാവിലെ വായിക്കുകയും എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ആലോചിച്ച് വന്നതാണ്. Deuteronomy 30:1-5 ഒരു സമ്മറിയാണ് നെഹമായ 1:9. അന്ന് മോശയോട് പറഞ്ഞതാണ്, നിങ്ങൾ വഴിതെറ്റിയാൽ നിങ്ങളെ ഞാൻ ചതുറിക്കും, നിങ്ങൾ മടങ്ങി വന്നാൽ ആകാശത്തിൻ്റെ അറുതിയിൽ എവിടെ ചെന്നാലും ഞാൻ നിങ്ങളെ കൂട്ടിച്ചേർക്കും. നമുക്കും പ്രാർത്ഥിക്കുമ്പോൾ തിരുവെഴുത്തിനകത്ത് അനുസരിക്കുന്നവരോട് പറയുന്ന ദൈവിക വാഗ്ദത്തങ്ങളെ തപ്പിയെടുക്കാം. അതേ കയറിയിട്ട് പറയാം, ഞങ്ങൾ മടങ്ങി വരുന്നു, നിന്റെ തിരുവെഴുത്ത് അങ്ങനാണല്ലോ, നിന്റെ ദയാകടാക്ഷം ഞങ്ങളോടുണ്ടാകണമേ. Amen. We also start praying to say, by holding on the promises and keep saying that if we return to you, you promised us you will come back to us and restore us. Let us hold on to his promises and move on. ഒറ്റ കാര്യം കൂടെ ഉണ്ട്. ആരുടെ പ്രാർത്ഥനയാ ദൈവം കേൾക്കുന്നതെന്ന് അറിയാമോ? Whose prayer God is usually listening? Verse 11. We can see in verse 11. കർത്താവേ, നിന്റെ ചെവി അടിയന്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന നിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമേ. Amen. We can see here, Lord's ear is always attentive to the prayer of his servant and the prayer of his servants who delight to revere his name. സിമ്പിളായിട്ട് പറഞ്ഞാൽ തിരുവെഴുത്ത് അനുസരിക്കാൻ തയ്യാറാകുന്നവരുമായിട്ട് ദൈവത്തിന് ഇടപാടുള്ളൂ. God has only dealings with those who are ready to obey his commandments. തിരുവെഴുത്ത് അനുസരിക്കാത്തവരുമായിട്ട് ദൈവത്തിന് ഒരു ബിസിനസ്സും ഇല്ല. There is nothing to do with anyone who is not able to follow his statutes or commandments. Praise the Lord. Hallelujah. ദൈവം തനിക്കുള്ളവരെ അറിയുന്നു എന്ന് നമ്മൾ ഫസ്റ്റ് തിമോത്തി വായിക്കുന്നു. ദൈവം തനിക്കുള്ളവരെ അറിയുന്നു. എന്നിട്ട് അടുത്ത സെന്റൻസ് എന്നാണെന്നറിയാമോ? അവൻ്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ട് അകന്നുകൊള്ളട്ടെ. ഇഫ് യു ഹാവ് എനിത്തിങ് ടു ഡു വിത്ത് ഗോഡ്, ലീവ് ഓൾ ദ ഫിൽത്തിനെസ് ഫ്രം യുവർ ലൈഫ്. Amen. Hallelujah. Hallelujah. സ്തോത്രം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ബൈൻഡ് അപ്പ് ചെയ്യാം. Amen. You can go, please. Hallelujah. സ്തോത്രം. ഒന്നാമത്തെ എന്താ?